ഹലോ, അപ്പോൾ എന്തെന്നറിയോ ഇത് സംഭവം? ഇത് കണ്ടോ, ഞാനില്ലേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെയും ഡ്രസ്സുകളില്ലേ ഒരുപോലെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും ഡ്രസ്സ് മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു തുണികൾ ഞങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എല്ലാവരുടെയും പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് മാച്ചിങ് ആയിട്ട് ഇട്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതെൻ്റെ ചുരിദാറാണ്. ഇത് സനോട്ടിൻ്റെ ഡ്രസ്സ് ഷർട്ട്. ഈ ഷർട്ടിന് മാച്ചിങ് ആയിട്ടാണ് ഇത് വരുന്നത്, ഈ ചുരിദാർ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഷർട്ട് കൂടി ഉണ്ട്. ഇത് ചെക്കാണ് കേട്ടോ, ഇതും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് വരുന്നത് ഇതാണ്, ഈ ഒരു ഷർട്ടാണ്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നറിയോ, ഇത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കും. ചുരിദാർ കാണണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ചുരിദാർ കാണിച്ചു തരാം കേട്ടോ, ഓപ്പൺ ആക്കിയിട്ട്. ഇതിപ്പോൾ ഒരു ഐഡിയ ആണ് കേട്ടോ, നമ്മളുടേത് ഐഡിയ ആക്കിയിട്ട് വെക്കുന്നതാണ്. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, സെറ്റാക്കി വെക്കട്ടെ. ഈ ഗ്രീനില്ലേ, ഇതിൻ്റെ കൂടെ ചുരിദാറുണ്ട്, സാരിയുണ്ട്. ഗ്രീൻ കളറിൻ്റെ സെയിം സാരി ഉണ്ട്. ഇത് ഞാൻ ഇത്തവണ ഓണത്തിന് സെറ്റ് സാരി കൊടുത്തതാണ് കേട്ടോ. ഈ ബ്ലൗസും സെറ്റ് സാരിയും. ഇതിൻ്റെ സാരി വേറെയാണ്. അപ്പോൾ ആ സാരിക്ക് മാച്ച് ആയിട്ടാണ് ഇതുകൊണ്ട് ഈ ഒരു ഷർട്ട് വരുന്നത് കേട്ടോ, ഈ ഷർട്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, അടുത്തത് കാണിച്ചുതരാം. ആ ഷർട്ടിന് പറ്റിയ ചുരിദാറിൻ്റെ ഒരു ചുരിദാറുണ്ട്, ഗ്രീൻ ഷർട്ടിന് പറ്റിയ ചുരിദാറുണ്ട്. അതിൻ്റെ ഷോളാണ്, അതിൻ്റെ കൂടെ മാച്ച് ആക്കി വെച്ചതാണ്. പക്ഷെ ഞാൻ സാരി എടുത്ത സമയത്ത് അത് അതിൻ്റെ കൂടെ മിക്സ് ആയിപ്പോയി. ഇനി കണ്ടോ, ഇതാണ് ഏറ്റവും സ്പെഷ്യൽ കേട്ടോ. ഇതും എന്താ പറയുക, ആക്സിഡൻ്റിൽ ഇത് ആയിപ്പോയതാണ്. ഇത് ഒരു ജീൻസിൻ്റെ ഒരു ടോപ്പാണ്, നമ്മൾ മോളിൽ നിന്ന് മേടിച്ചതാണ്. ജീൻസിൻ്റെ ഒരു ടോപ്പാണിത്. ഈ ടോപ്പിന് വൈറ്റ് ടീഷർട്ട് ഉണ്ട്. ഇത് നീ വരെ ഉള്ളൂ, മുട്ട് വരെ ഉള്ളൂ കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടാണ് ഇത് കണ്ടോ, ഈ ജീൻസിൻ്റെ ഷർട്ട് ഇരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇത് രണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഒരേപോലെ ഇട്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീന്. ആ ഷർട്ടിൻ്റെ കൂടെയുള്ള ചുരിദാറും നമുക്കിടാന്ന് പറഞ്ഞത്. സാരി ഇല്ലെങ്കിൽ നമുക്ക് ആ ഷർട്ടിൻ്റെ കൂടെ ഈ ചുരിദാർ ഇടാം. അതിൻ്റെ ഷോളായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ അടുത്തത് ഇത് ഇച്ചിരി ഹെവി വർക്കായിട്ടുള്ള ചുരിദാറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള ഷർട്ട് ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ നമ്മൾ അങ്ങനെ തിരഞ്ഞു പോയിട്ട് പിടിച്ചെടുക്കുന്ന ഷർട്ടുകളൊന്നും അല്ല കേട്ടോ. ഇത് നമുക്കൊക്കെ ഓൾറെഡി ഉള്ള ഷർട്ടുകളിൽ നിന്നിട്ട് നമ്മൾ എന്നെ എടുത്തു വെച്ചതാണ്. ഇത് കണ്ടോ, ഈ ചുരിദാറിന് പറ്റിയൊരു ഷർട്ടാണ് ഇത്. ഇതിൻ്റെ വർക്ക് ഇതെല്ലാം ഞാൻ മറിച്ചിട്ട് അങ്ങനെ മറിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റോൺ വർക്കാണ്. അപ്പോൾ നമ്മൾ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റോൺസ് പോകുക ചെയ്തിട്ടാണ് ഞാൻ അത് തിരിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരു കളറാണ്. ഇത് നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റും.